ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ആത്തേറി പിന്നെ പേരൂരൊക്കെ എഴുതി വെച്ചിട്ട് അകത്തോട്ട് പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ആത്തേറി കാര്യമൊക്കെ പറഞ്ഞു വിലാലൊക്കെ അങ്ങോട്ടും പോയി. ഞാൻ പിന്നെ നേരെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് കയറി ഫുള്ള് വാച്ച് ചെയ്യാൻ വന്ന ഗൈസ്. ഒന്നുമില്ല, പുതിയ വണ്ടികൾ ഇറങ്ങി റെഡിയായി പണി ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗാണ് ഗൈസ്. അങ്ങനെ എല്ലാം കണ്ടെല്ലാം ഓരോരോ പണികൾക്ക് തിരക്കുകളൊക്കെ ആയിട്ടിരിക്കുക. ഇതാണ് ഗൈസ് സിംഗം തങ്കച്ചൻ. എന്നാൽ പിന്നെ നമ്മളെ ക്യാമറ അടിക്കാനായിട്ട് അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കാൻ. ഫോട്ടോ എടുത്തപ്പോഴാണ് കയ്യിൽ ഫോൺ വന്നിട്ട് എനിക്ക് സ്റ്റാറ്റസ് ഇട്ട് വാട്സപ്പിലാക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അതെല്ലാം ചെയ്തു. നമ്മൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ നോക്കി നമ്മൾ അകത്ത് കയറിയപ്പോൾ ഇതാണ് ഗൈസ് പ്രകാശ് മൂലാളി കണ്ട് ഗായ്സ് നമ്മളെ സർപ്രൈസ് ഇതാണ്. നമ്മളെ വണ്ടി എടുക്കാനാണ് വന്നത്. ഇന്ന് ഡെലിവറി എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ ഡെലിവറി പോയിട്ട് ഒന്നും ആയിട്ടില്ല. അകത്ത് കയറി നമുക്ക് ഇപ്പോൾ സീറ്റ് പോലും വന്നിട്ടില്ല. അങ്ങനെ നേരെ നമ്മൾ അകത്ത് കയറിയ റൗണ്ടൊക്കെ അടിച്ച് നോക്കിയെല്ലാം പാത്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് ആളെ ഇപ്രാവശ്യം ഒന്നും കനത്തിനങ്ങ് ഒരു 50 ഇഞ്ച് TV അങ്ങ് വെച്ചായിരുന്നു. ആളെയും പിന്നെ ഹാലടിച്ച് നടക്കണോണ്ട് എന്തുവാ ഡെലിവറി ആയിട്ടൊന്നും ആയില്ല എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരെയും വിളിച്ചു കൂട്ടി പണികളൊക്കെ പെട്ടെന്നാക്കി. തേപ്പ് ഉരപ്പ് അത് ഇത് ചപ്പ് ചവർ എല്ലാം പെട്ടെന്നാക്കി. അണ്ണൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു എൻ്റെ വ്യൂസ് എത്രയാണ് അതൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ സീറ്റ് എത്തി ഗൈസ്. അങ്ങനെ സീറ്റ് എത്തി വെച്ച് തുടങ്ങിയപ്പോൾ പേര് പഠിച്ചു തുടങ്ങി. അപ്പോഴത്തേക്ക് വണ്ടിയുടെ കിളിയും എത്തി. ഡ്രൈവറായ മൊയിലുകുട്ടിയായ നമ്മളെ സ്വന്തം ശിവകുട്ടനെത്തി ഗൈസ്. അങ്ങനെ ശിവകുട്ടനൊക്കെ നോക്കി നമ്മൾ നേരെ അടുക്കളയിൽ പോയി ചോറൊക്കെ സമയം അങ്ങനെ ചോറൊക്കെ കഴിച്ചപ്പോൾ എന്തിനാണെന്ന് അറിയത്തില്ല, ഒരു ചപ്പാത്തി കൂടുണ്ട് ഉള്ളതൊക്കെ വെച്ച് നമ്മൾ കഴിച്ചു. അങ്ങനെ ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് നമ്മളൊരു ഉറക്കൊക്കെ പാസ്സാക്കി. ഇവിടെ അണ്ണ വണ്ടി തൊട്ടിത്തടവെന്ന് വേറെ ഒന്നുമില്ല ഗൈസ്, ക്വാളിറ്റി ചെക്ക് ചെയ്യാണ്. അങ്ങനെ നമ്മളൊരു ചായ കുടിച്ചിട്ട് വന്ന് വണ്ടിക്ക് കരഞ്ഞാണ് ഇട്ട് തുടങ്ങി ഗൈസ്. അങ്ങനെ ഞാനും പിന്നെ നേരെ മുട്ടായി വാങ്ങി ഇറങ്ങി. പോലെ ഇടവില്ല എന്ന് പറഞ്ഞ് പിന്നെ ഉള്ളതൊക്കെ വാങ്ങിച്ചിട്ട് ഞാനോ ഇതാണ് ഗൈസ് കടയിൽ മോലാളിയും തോലാളിയും എല്ലാം കൊച്ചു വെക്കാൻ പറ്റും. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ പ്രകാശിലോട്ട് ബൈ സീ യു.